1500 രൂപയ്ക്ക് നിങ്ങളൊരു സ്മാർട്ട് വാച്ച് നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ചോയ്സാണ് ബീറ്റ് എച്ച്പിയുടെ വെഗ നിയോ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ച്. ഈ ഒരു സ്മാർട്ട് വാച്ച് നിങ്ങളിപ്പോൾ ആമസോണിൽ കയറി നോക്കുന്ന സമയത്ത് ഏകദേശം 1500 രൂപ തന്നെ ഒരു ബ്ലാക്ക് വേരിയൻറ്റിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു ലെതർ സ്ട്രാപ്പിൻ്റെ പ്രൈസ് നോക്കുന്ന സമയത്ത് 1800 രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിച്ചത് ഏകദേശം 1300 രൂപയ്ക്കാണ്. ഞാൻ നോക്കിയ സമയത്ത് ബ്ലാക്ക് വേരിയൻറ്റിന് വെറും 1000 രൂപ എന്തേ ഉള്ളുമായിരുന്നു. അതായത് നല്ല രീതിക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിന് പ്രൈസ് ഡ്രോപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം പ്രൈസ് കുറയുന്ന സമയത്ത് പോയി വാങ്ങിക്കുക. ആൻഡ് നിങ്ങളും ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലെതർ സ്ട്രാപ്പ് ഉള്ള ഈ ഒരു വേരിയന്റ് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എല്ലാവരുടെ കയ്യിലും നമ്മൾ കാണുന്നതാണ് ആ ഒരു ബ്ലാക്കും അല്ലെങ്കിൽ വൈറ്റ് ഗ്രേ ഒക്കെ നമ്മുടെ എല്ലാവരുടെ കയ്യിലും കാണുന്ന ഒരു സ്മാർട്ട് വാച്ചിന്റെ കളേഴ്സ് ആണ്. എന്നാൽ ലെതർ സ്ട്രാപ്പ് ഉള്ള ഈ ഒരു സ്മാർട്ട് വാച്ച് കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ തോന്നിക്കും. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ലെതർ സ്ട്രാപ്പ് തന്നെ ആ ഒരു സ്മാർട്ട് വാച്ചിന്റെ എൻ്റെ ലുക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. നോർമൽ വാച്ചിനേക്കാളും കുറച്ചുകൂടി പ്രീമിയം ഫീൽ തോന്നിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ലെതർ സ്ട്രാപ്പ് ആണ്. കാരണം 300 രൂപ നിങ്ങൾ അധികം കൊടുക്കുന്നതിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു വെർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് 1.43 ഇഞ്ചിന്റെ ഒരു സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ റെസൊല്യൂഷൻ നോക്കുന്ന സമയത്ത് 466x466 ആണ്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് നോക്കുന്ന സമയത്ത് ഏകദേശം 500 നിറ്റ്സിന്റെ ഒരു ബ്രൈറ്റ്നസ് ആണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. നിങ്ങളിപ്പോൾ വെയിലത്തൊക്കെ പോയാലും അത്യാവശ്യം നല്ല രീതിക്ക് റീഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ആൻഡ് ഈ ഒരു ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 60 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു റെസ്പോൺസ്, ഒരു ടച്ച് റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആൻഡ് ഡിസ്പ്ലേയുടെ ചുറ്റിനും ആ ഒരു പോയിന്റർ ഡയലിന്റെ ഒരു ഡിസൈനും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫീച്ചറും വരുന്നുണ്ട്. സോ അതും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേ വൈസ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. നല്ല ഷാർപ്പായിട്ടുള്ളതും നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. എസ്പെഷ്യലി ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് അവർ കൊടുത്തിട്ടുള്ളത് ഒരു റൊട്ടേറ്റബിൾ ക്രൗൺ ആണ്. അതും നല്ല രീതിക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതായത് ബ്ലൂടൂത്ത് കോളിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഡയൽ ചെയ്ത് കോൾ ചെയ്ത് വിളിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള മെഷറിംഗ് ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതായത് ആ ഒരു ബ്ലഡ് മോണിറ്ററിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്ലീപ്പ് മോണിറ്ററിംഗ്, അതുപോലെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതുമാത്രമല്ല നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ അകത്ത് കാൽക്കുലേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കലണ്ടർ വരുന്നുണ്ട്. വെതറിൻ്റെ ഇൻഫർമേഷൻ അറിയാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഫിറ്റ്നസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100ലധികം സ്പോർട്സ് മോഡും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സോ അതും ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് തോന്നി. അതുമാത്രമല്ല ബീറ്റ് എച്ച്പി എന്ന ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 100ലധികം വാച്ച് ഫേസസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാച്ച് ഫേസസ് കസ്റ്റമൈസ് ചെയ്തും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തും ഇതിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ ബാറ്ററി നോക്കുന്ന സമയത്ത് 300 mAh ഒരു ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് കൊടുത്തിട്ടുള്ളത്. ബാറ്ററി ബാക്കപ്പ് നോക്കുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഒരു 2 to 3 ദിവസം വരെ കിട്ടും. മാക്സിമം 3 ദിവസം വരെ കിട്ടുള്ളൂ. അതിന് മേളിലോട്ട് പോകത്തില്ല. ഈ ഒരു 3 ദിവസം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ 3 ദിവസം ഈ ഒരു ബ്ലൂടൂത്തുമായിട്ടൊക്കെ കണക്ട് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അതായത് മാക്സിമം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു 3 ദിവസത്തെ ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. അല്ലാതെ ഇപ്പോൾ ബ്ലൂടൂത്ത് ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ആൻഡ് വാച്ചിന്റെ സൈഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു മൈക്രോഫോണും അതുപോലെ തന്നെ സ്പീക്കർ മിൻസും അവിടെ കാണാനായിട്ട് പറ്റും. എല്ലാം രണ്ടും ഒരു ആവറേജ് ലെവലിൽ തന്നെയാണ് അതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഭയങ്കര ബാഡ് ആയിട്ടും ഇല്ല, ഭയങ്കര ഹൈ ആയിട്ടും ഇല്ല, ഒരു ആവറേജ് ലെവൽ മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് IP റേറ്റിംഗ് വരുന്നുണ്ട്, IP68 റേറ്റിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് വാച്ചിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടാലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വെള്ളമൊക്കെ നനഞ്ഞാലും വലിയ പ്രശ്നമൊന്നും കാണില്ല. അതും നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ തോന്നി. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര വലിയ റിവ്യൂ ഒന്നും അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്കൊരു നല്ലൊരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷനാണിത്. ആൻഡ് ഓൾസോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പ്രൈസ് കുറയുന്ന സമയത്ത് തന്നെ വാങ്ങിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ലെതർ സ്ട്രാപ്പ് തന്നെ വാങ്ങിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ആൻഡ് ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. സോ അതുവരത്തേക്കും ബൈ.